നമുക്കിന്ന് തക്കാളിക്കായും സവോളയും ചേർത്തൊരു നല്ല കറി ഉണ്ടാക്കാം. വളരെ രുചികരമായ ഒരു കറിയാണ്. അതിന് നമുക്ക് വേണ്ടത്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെക്കുക. അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ജീരകം, നല്ല ജീരകം, അതായത് ചെറിയ ജീരകം എന്നൊക്കെ പറയും, അത് ഒരു 1/4 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ കൂടുതൽ കുരുമുളക് പൊടിച്ചത്, 1 ഏലക്ക, 2 ഗ്രാമ്പൂ. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ കറുവാപ്പട്ട ഇട്ടാലും മതി. ഇത് എണ്ണയിലിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണേ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ മതി. മല്ലിപ്പൊടി, അതും അതേ അളവിലെടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് കരിയാൻ, തീ കൂട്ടരുത്, സ്ലിമ്മായിട്ട് ഇടാവുള്ളൂ, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം നമ്മൾ ഒരു തക്കാളിക്കായി എടുത്ത് അത് ജ്യൂസാക്കുക, അതായത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ നമ്മൾ ആദ്യം പാനിൽ എണ്ണ ചൂടാക്കി ഈ ജീരകവും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടതിലേക്കിട്ട് ഒരു 5 മിനിറ്റ് ഈ തക്കാളിക്ക നമ്മൾ ജ്യൂസാക്കിയതൊന്ന് തിളപ്പിക്കുക. അതായത് ഒത്തിരി നേരം വേണ്ട, അതൊന്ന് അതിൻ്റെ പച്ചപ്പ് മാറാനായിട്ടാണ്, ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചാണല്ലോ ഇത് ചെയ്തത്, അപ്പോൾ ഈ എണ്ണ ഒന്ന് തെളിയുന്നത് വരെ മാത്രം അതൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 3 ടീസ്പൂൺ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് അതും കൂടി മിക്സ് ചെയ്ത് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് അത് നന്നായി ഇളക്കി ചേർത്ത് വയ്ക്കുക. പാൻ എടുത്ത് ചൂടാക്കി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു സവോള അരിഞ്ഞ് എടുക്കുക, അതും കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ ഒരു തക്കാളിക്ക നമ്മൾ അല്ലാതെ എടുക്കണം. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ എടുത്തൊരു തക്കാളിക്ക പോരാ, അല്ലാതെ ഒരു തക്കാളിക്കയും കൂടെ ഈ സവോളയുടെ ഒപ്പം അരിഞ്ഞിട്ട് നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുവിധം വഴറ്റി, നമുക്കറിയാമല്ലോ, വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഇത് 1-ാം കൂട്ടിലേക്ക്, അതായത് നമ്മൾ ആദ്യം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ കൂട്ടിലേക്കിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം.
സവോളയും തക്കാളിക്കായും വഴറ്റിയതിനകത്ത് ഒരു നുള്ളി ഉപ്പ് കൂടി ഇട്ടങ്ങ് ഇളക്കിയേക്കണം. കാരണം അതിന് നമ്മൾ വേറെ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമ്മൾ ഒരു 2-3 മല്ലിയില അരിഞ്ഞ് അതിലേക്കിടണം. എല്ലാം കൂടെ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് ടൊമാറ്റോ ഒനിയൻ കറി എന്ന് പറയും. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കോ അപ്പത്തിനോ ചോറിനോ ഒക്കെ കൂട്ടി കഴിക്കാം. പെട്ടെന്നൊരു കറി വെക്കാൻ വീട്ടിലൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഈ 2 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു കറി വെക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചെയ്ത് നോക്കണേ. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് അടിക്കാനും മറക്കരുത്.